Hey guys, welcome back after a long time. ഇന്നത്തെ നമ്മുടെ പടമാണ് സ്റ്റാറിംഗ് ദ വൺ ആൻഡ് ഓൺലി സൂപ്പർ സ്റ്റാർ രജനികാന്ത്. അത് മാത്രമല്ല, വി ആർ സെലിബ്രേറ്റിംഗ് 50 years ഓഫ് രജനികാന്ത്. രജനികാന്തിന്റെ കൂടെ നമ്മുടെ കിങ് നാഗാർജുന ഉണ്ട്, പിന്നെ റിയൽ സ്റ്റാർ ഉപേന്ദ്ര, സത്യരാജ്, പിന്നെ മലയാളത്തിൽ നിന്നും നമ്മുടെ സൗബിൻ ഷാഹിർ. രജനികാന്തിന് വേണ്ടിയുള്ള ലോകേഷ് കനകരാജിന്റെ ട്രിബ്യൂട്ടും കൂടിയാണ് കൂലി. ഫാൻസിന് അത്യാവശ്യം എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന കുറെ സീൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതില് മിക്ക സീനുകളുടെ എലിവേഷൻ മ്യൂസിക് അനിരുദ്ധാണ് ചെയ്തിരിക്കുന്നത്. അനിരുദ്ധ ഇല്ലാതെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. അനിരുദ്ധ അല്ല ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എങ്കിൽ ആ പല സീൻസിനും അതിന്റെ ആ എലിവേഷൻ കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം അമ്മാതിരി ബീജം ഇട്ടിട്ടാണ് പുള്ളിക്കാരൻ ഈ പടത്തിന്റെ ഫുൾ വൈബ് തന്നെ മാറ്റിയിരിക്കുന്നത്. പക്ഷെ ഒരു ലോകേഷ് കനകരാജിന്റെ സ്ഥിരം പടങ്ങളെ പോലെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് അത്രയ്ക്കൊരു ഫസ്റ്റ് ഹാഫിലൊന്നും വലിയ കാര്യമായിട്ടൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയോ എന്ന് എനിക്ക് ഡൗട്ടായിരുന്നു. ഓഫ് കോഴ്സ് യെസ്, ഇതിൻ്റെ അകത്ത് കുറെ മാസ് സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ സ്റ്റാറിന്റെ കുറെ യൂഷ്വൽ നമ്മുടെ ത്രില്ലടിപ്പിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് ആ ലോകേഷ് കനകരാജിന്റെ ആ ഒരു ബെഞ്ച് മാർക്ക് ഇന്റർവെൽ ബ്ലോക്ക് ഇതിൽ വലിയ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നും പറഞ്ഞ ഈ പടം ബോറാണെന്നൊന്നും അല്ല. രജനീകാന്തിന്റെ പ്രീവിയസ് ഇറങ്ങിയ വേട്ടയാരെക്കാളും ഫാർ ബെറ്റർ ആണ് കൂലി. ഈ പടം ഒരു രീതിയിൽ നമ്മളെ ബോറടിപ്പിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഒരു ഇമ്പാക്ട് കുറവുണ്ട്, എന്നാലും പടം നല്ല എൻജോയ് ചെയ്താണ് ഞാൻ കണ്ടത്. ഇതിൽ സൗബിൻ ഷാഹിർ പ്ലേ ചെയ്യുന്ന ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. പുള്ളിയുടെ ക്യാരക്ടർ ആണെങ്കിൽ പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ആ ഒരു ക്യാരക്ടർ ഹാൻഡിൽ ചെയ്യണതും നല്ല ഭംഗിയായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. ഇതിൻ്റെ ഒരു മെയിൻ വില്ലൻ ആയിട്ട് വരുന്നത് നാഗാർജുനയാണ്. ഇപ്പോൾ നാഗാർജുനയാണ് മെയിൻ വില്ലൻ എങ്കിലും പുള്ളി എന്തോ ഒരു ഇമ്പാക്ട് വളരെ കുറവുള്ളത് പോലെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഉപേന്ദ്രയുണ്ട്. ഉപേന്ദ്രയുടെ ഒക്കെ ക്യാരക്ടറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ലോകേഷ് എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തോ ഇവരൊക്കെ ഈ ഫിലിമിനകത്ത് ഉണ്ടെങ്കിലും അവർക്കൊന്നും അത്രയും ഒരു പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആണ്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ലോകേഷിന്റെ മറ്റ് പ്രീവിയസ് ഫിലിംസ് പോലെ തന്നെ ഇതിൻ്റെ അകത്തും ഫീമെയിൽ ക്യാരക്ടേഴ്സ് സ്ട്രോങ് ആണ്. പക്ഷെ എവിടെയോ നമ്മുടെ വിക്രത്തിന്റെ ഒരു പാറ്റേൺ ഈ ഫിലിമിനകത്ത് വന്നതുപോലെ എനിക്ക് തോന്നി. ഒരു ഇൻട്രോ ആണെങ്കിലും ആ ഒരു പടത്തിന്റെ ഇൻട്രോയും പടം സ്റ്റാർട്ട് ചെയ്യുന്നതും പിന്നെ ഹീറോയുടെ ഇൻട്രോയും കാര്യങ്ങളും നോക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു വിക്രം കടന്നു വന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ സോങ്സിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സോങ്സ് എല്ലാം നല്ല സൂപ്പർ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി മോണിക്ക സോങ്, അതിൻ്റെ അത് കുറെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ലിറിക്കൽ വീഡിയോയിൽ കാണുന്നേക്കാളും കൂടുതൽ സാധനങ്ങൾ തിയേറ്റർ വേർഷനിൽ ഉണ്ടായിരുന്നു. അതിൽ സൗബിൻ പൂജ ഹെഗ്ഡനേക്കാളും ഒരുപടി മുമ്പിലായിരുന്നു സൗബിൻ ഡാൻസിനും കാര്യങ്ങളിലൊക്കെ. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് റൈറ്റിംഗ് തന്നെയാണ്. റൈറ്റിംഗ് ഒരു പൊടിക്ക് വീക്കായിരുന്നു. ഇപ്പോൾ ലിയോ എടുത്താലാണെങ്കിലും ലിയോ ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഫ്ലാഷ് ബാക്ക് സീക്വൻസിലോട്ട് പോകുമ്പോഴുള്ള റൈറ്റിംഗിന്റെ വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പടത്തിന്റെ ഒരു മെയിൻ ഡ്രോബാക്ക്. അതുപോലെ ഈ ഫിലിമിലോട്ട് വരുമ്പോൾ റൈറ്റിംഗ് ഒരു പൊടിക്ക് വീക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് അമീർ ഖാനൊക്കെ ഉണ്ട്. സിംഗപ്പൂരിൽ നിന്ന് എങ്ങാണ്ട് ബീഡി വലിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യയിലോട്ട് വന്ന ആളായി പോയി അമീർ ഖാൻ. സോ ടു എൻഡ്, നെൽസൺ രജനീകാന്തിന് ജയിലർ കൊടുത്ത പോലെ ഒരു ട്രിബ്യൂട്ട് ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജയിലർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ലോകേഷ് കനകരാജിന്റെ ഒരു ബെസ്റ്റ് ഫിലിം ആണോ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകേഷ് കനകരാജ് സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് ചെയ്തതിൽ എനിക്ക് എപ്പോഴും ബെഞ്ച് മാർക്കായിട്ട് എപ്പോഴും നിൽക്കുന്ന ഒരു മൂവി വിക്രമാണ്. ബട്ട് ഡോണ്ട് മിസ് ദ തിയേറ്റർ എക്സ്പീരിയൻസ് ഓഫ് കൂലി, ബിക്കോസ് ആ രജനീകാന്തിന്റെ ആ ഒരു ഓറ മതി ഈ ഫിലിം തിയേറ്ററിൽ പോയി കാണാനായിട്ട്. സോ ദാറ്റ്സ് കൂലി ഫോർ യു. ടേക്ക് കെയർ.